ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും അടിപൊളിയായിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഡൽഹിയിലാണ് ഉള്ളത്. ഇവിടെ വന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ മാരുതി സുസുക്കിൻ്റെ ഒരു ലോഞ്ചിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഐ തോട്ട് ലൈക്ക് നമ്മളിപ്പം വന്ന് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഫുഡ് സ്പോട്ട് പോവുകയോ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പം അങ്ങനത്തെ ഒരു ചെറിയ വ്ളോഗാണ്. എനിക്കൊന്നും ഒരുപാട് അങ്ങനെ സമയമില്ല. നമ്മളിപ്പോൾ ഇന്നലെ വന്നു, ഇന്ന് ഇവൻറ്റ് കഴിഞ്ഞ് നമ്മൾ ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോകും. കാരണം അവിടെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിങ് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭീകരമായ ഒരു വലിയ വ്ളോഗൊന്നും ഉണ്ടാവില്ല. ബട്ട് ഇല്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് നമ്മൾ റെഡി ആവുകയാണ്. റെഡി ആയതിനു ശേഷം നമ്മൾ ഇവൻറ്റ് നടക്കുന്നിടത്തേക്ക് പോകും. ഞാൻ എൻ്റെ ഹെയർ കുറച്ച് നാളത്തേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് എനിക്ക് പുറത്ത് പോകാൻ പറ്റാറുള്ളൂ. ഭയങ്കരമായിട്ട് നമ്മൾ ഇവൻറ്റിനൊക്കെ പോകുമ്പോൾ ഹീറ്റിങ്, സ്റ്റൈലിങ്, അയണിങ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ലൈക്ക് ഗ്രാജുവലി ഭയങ്കര ഫ്രിസി ആയി തുടങ്ങുക, ഭയങ്കര ഡ്രൈ ആയി തുടങ്ങി ഹെയർ, ആൻഡ് സ്കാൽപ്പ് ഭയങ്കര ഇച്ചിനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊരു രീതിയിലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആകെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഹെയർ കെയർ റൂട്ടീൻ കുറച്ച് നന്നാക്കുക എന്നുള്ളതാണ്. സോ അതിന് ഐ ഹാവ് സംതിങ് വിത്ത് മീ. ആൻഡ് ഹിയർ ഐ യൂസ് ഡെർമ വൈവ് ഡ്രൈ സ്കാൽപ്പ് ഷാംപൂ. ഇതിലെ പവർഫുൾ ഇൻഗ്രീഡിയൻസ് ആയ കൊളൈഡൽ ഓട്ട് മീലും സോഡിയം PCAയും ഇൻഫ്ലമേഷൻസിനെ ഡീപ്ലി സൂത്തുന്നതിനോടൊപ്പം തന്നെ ഹെയർ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ഡെർമാവിൻ്റെ ഡ്രൈ സ്കാൽപ്പ് ഷാംപൂ നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, നമ്മുടെ ഹെയർ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഡ്രൈനെസ് ആൻഡ് ഇറിറ്റേഷനിലാണ്. ഫസ്റ്റ് വാഷ് തന്നെ ഐ ഫീൽ വെരി നറിഷിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. എൻ്റെ ഹെയർ ആൻഡ് സ്കാൽപ്പ് നമ്മുടെ ഈ ഹീറ്റ് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ഓൾ ഹൈഡ്രേറ്റഡ് ആൻഡ് ബാലൻസ്ഡ് ആണ്. ആൻഡ് ആഫ്റ്റർ ഇവൻറ്റ് ഓൾസോ നമ്മൾ സെയിം ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്യും ടു റിമൂവ് ദ ഡർട്ട് ആൻഡ് ഹാർഷ് കെമിക്കൽസ് ഫ്രം ദ ഹെയർ. ആൻഡ് ഫോർ ഫേസ് ഒരു pH ബാലൻസ് ജെന്റിൽ ഡെർമാവൈവ് ഹൈഡ്രാ ക്ലെൻസർ ആണ് ഉപയോഗിക്കുന്നത്. ഇതിലെയും പവർഫുൾ ഇൻഗ്രീഡിയൻ്റ് ആയ നാച്ചുറൽ കൊളൈഡൽ ഓട്ട് മീൽ നമ്മൾ ഇംപ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ ഓയിൽ ആൻഡ് മോയ്സ്ചർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ക്ലെൻസർ ആൻഡ് ഒരു റെഡി ടു ഗോ ഫേസ് വാഷ് എന്ന് പറയാൻ, ബിക്കോസ് ഇറ്റ്സ് ഐഡിയൽ ഫോർ സെൻസിറ്റീവ് ആൻഡ് ഡ്രൈ സ്കിൻ. ഡ്രൈ, ഇച്ചി ആൻഡ് ഫ്ലേക്കി സ്കാൽപ്പ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് കൊളൈഡൽ ഓട്ട് മീൽ എൻറിച്ച്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എപ്പോഴും ഒരു മസ്റ്റ് ഹാവ് ആണ്. സോ ഗോ ഗ്രാബ് ദം നൗ ഫ്രം അബേരിയ സ്കിൻ ബ്രാൻഡ്സ്, ആമസോൺ, നൈക്ക ആൻഡ് ന്യൂട്രിടേംസ് വെബ്സൈറ്റ്. ഇതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ബാക്കി കാര്യങ്ങൾ റെഡി ആവാൻ പോവുകയാണ്. മേക്കപ്പിനൊക്കെ മുന്നേ ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. നമ്മളൊരു സ്മാർട്ട് കാഷ്വൽസ് ട്രൈ ചെയ്യാനാണ് അവർ പറഞ്ഞത്. എനിക്ക് പറ്റുന്ന രീതിയിൽ നമ്മളൊരു സ്മാർട്ട് കാഷ്വൽ റെഡി ആക്കിയിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ ഔട്ട്ഫിറ്റ്. ഒരു ബ്ലാക്ക് ബ്ലേസർ, കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു ബ്രൗൺ ജീൻസ് ആണ് ഉള്ളത്. നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ആക്സസറീസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ക്രോസ് ബോഡി ബാഗ്, അതും ബ്ലാക്ക് ആണ്. പിന്നെ നമ്മുടെ ഷൂസ് ഞാൻ ആദ്യം ഹീൽസ് ആവാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ചൊരു പെപ്പി സ്പോട്ടി ആയിട്ട് നിൽക്കാൻ എപ്പോഴും. പിന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഓടി ചാടി നിൽക്കാൻ ഷൂസ് ആണ്. സോ നമ്മളൊരു കോൺവേഴ്സ് പോലത്തെ ഒരു ഷൂസും ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഹോൾ ലുക്ക് പരിപാടി. എന്തായാലും സമയം അങ്ങനെ ഞാൻ വേഗം റെഡി ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഫൈനലാണ്. ഞാൻ പെയിന്റ് അടിക്കാൻ പോവാണ്. But I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before the new. Rewind, take it out of cue. Innocence can be a young man's game. Signed up for the hall of shame. I wish I knew how much I miss. Out, but the sky is gray. What would happen if I took a chance? It's always hard at first glance. I don't wanna, but I know I gotta do it. The truth is hard to swallow. I think I'll chew it.
കുറേ കട്ട്സ് ഞാൻ വിശദമായിട്ട് റീലിൽ കാണിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ കണ്ടന്റ് എടുക്കുന്ന ഒരു ഓട്ടത്തിൽ എനിക്ക് നിങ്ങളെ കുറേ എൻ്റെ വ്ളോഗിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ആൻഡ് സൗത്ത് സൈഡിൽ നിന്ന് സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വരാമെന്ന് എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ്. ആൻഡ് ഐ ഗോട്ട് ഹനി മുസ്തഫ, നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രൈവ് കാര്യങ്ങളിൽ ഏറ്റവും ഫോളോ ചെയ്തൊരു പുള്ളിക്കാരനെ നമ്മളോട് മീറ്റ് ചെയ്തു. സോ വെരി ഹാപ്പി. ഒരു ഈസി വേ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം മൈൻഡപ്പ് ആയപ്പോൾ എല്ലാവരും എല്ലാം എടുത്തിട്ട് പോവാണ്. ബട്ട് സ്റ്റിൽ ഐ ഗോട്ട് സോ മെനി ഫ്രണ്ട്സ് ഹിയർ, വെരി ഹാപ്പി. നമ്മൾ നോർമലി കാർ ലോഞ്ചൊക്കെ വരുമ്പോഴത്തേക്ക് ടി വിയിലൊക്കെ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കാണിക്കുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആ പുതിയ മോഡൽ കാറ് ഇങ്ങനെ സ്റ്റേജ് വെക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയായിരുന്നു നമ്മുടെ ലോഞ്ചിങ് നടന്നത്. ഞാൻ ഓൾറെഡി രണ്ടിനോട് വീഡിയോ എടുക്കുന്നുണ്ട്. ബട്ട് കുഴപ്പമില്ല, ഈ സ്റ്റേജിലായിരുന്നു നമ്മുടെ സെക്കൻഡ് ലോഞ്ച്. സോ ഐ ആം സോ ഹാപ്പി. നമ്മളും അതിൻ്റെ കർട്ടൻ റിവീലുണ്ടായിരുന്നു. So many friends, so many people here. കുറേ ഹോട്ട് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, ഗെയിമിംഗ്, ഫുഡ്, ബീവറേജസ്, and it was really nice experience. I like to be away in my patience. Stay up, I feel so outdated. How can we look the other way? Sun is out, but the sky is gray. What would happen if I took a chance? It's always hard at first glance. I don't wanna, but I know I gotta do it. The truth is hard to swallow, I think I'll chew it. I wish I knew how much I miss not knowing that we're all screwed when we play our roles and ignore the problems. I wish I knew how much I miss not knowing that we're all screwed when we play our roles and ignore the problems. I wish I knew